ടു സ്കൂൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരികെ പോകുന്നത്. കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ പാസ്സായി പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഓൾ പ്രൊമോഷനാണല്ലോ. അതുകൊണ്ട് എല്ലാവരും പാസ്സായി പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നു. അതിന് എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്യണം എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരുക്കങ്ങളെക്കുറിച്ചാണ്. അവർക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നതും ഡ്രസ്സ് അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അവരെ പ്രാർത്ഥിച്ചൊരുക്കി അയക്കണം എന്നും പറഞ്ഞു. അവരെ പ്രാർത്ഥിച്ചൊരുക്കി അയച്ചാൽ മാത്രം പോരാ. അവർ തിരിച്ചു വരുന്നത് വരെയും നമുക്ക് അവരെ പറ്റി ചിന്തയുണ്ടാവണം. എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അവരെക്കുറിച്ചൊരു ടെൻഷൻ അടിച്ചിരിക്കണം. എൻ്റെ മകൻ എന്ത് പറ്റും, എൻ്റെ മകൾക്ക് എന്ത് പറ്റും എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ആ മകനെക്കുറിച്ചുള്ള ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ മകളെക്കുറിച്ച് ദൈവത്തിന് ആ വ്യക്തിയെ സമർപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ മകളെ ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ ഈ മകനിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത്, അനുസ്മരിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവെ എൻ്റെ മകളിൽ വന്ന് നിറയണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. എപ്പോഴൊക്കെ? ആസ് ഓഫൺ ആസ് പോസിബിൾ. രണ്ടാമത് ഒരു കാര്യം ചെയ്യാനുള്ളത്, കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എൻ്റെ മകളെ ഞാൻ കഴുകുന്നു. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സൗഖ്യവും സംരക്ഷണവും ഈ മകന് നൽകണമേ. ഈ പ്രാർത്ഥനയും കഴിയുന്നത്ര പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇതിൽ ഈ 2 പ്രാർത്ഥനകളുടെയും പ്രാധാന്യം ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത്, വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാവരുടെയും, നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ 2 ഒന്ന് ഇഫക്റ്റീവായി പഠിപ്പിച്ചു കൊടുക്കണം. അത് അധ്യാപകൻ്റെ ജോലിയാണ്. അധ്യാപകനിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യണം. അപ്പോൾ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്, മോനെ നീ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഈ അധ്യാപകനിലൂടെ അവിടുന്ന് തന്നെ എന്നെ പഠിപ്പിക്കണമേ എന്ന്, എന്നെ ബോധ്യപ്പെടുത്തണമേ എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. കൺവിൻസ് എന്ന് പറയുന്നത് ബോധ്യപ്പെടുത്തും. പഠിപ്പിക്കുന്ന കാര്യം ബോധ്യപ്പെട്ടാലാണ് എളുപ്പത്തിൽ ഓർക്കാനായിട്ട് കഴിയുക. ബോധ്യപ്പെടുത്തും. ഇതും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. ഈ അധ്യാപകനിലൂടെ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന അധ്യാപകനിലൂടെ എന്നെ പഠിപ്പിക്കണമേ, എന്നെ ബോധ്യപ്പെടുത്തണമേ, എന്നെ ഓർമ്മപ്പെടുത്തണമേ എന്ന് ആ കുട്ടിയോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. അത് വാക്കുകളിൽ പറയേണ്ട, മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. മനസ്സിൽ നമ്മളൊരു ചീത്ത കാര്യം വിചാരിച്ചാൽ അതിന് ദോഷഫലം ഉണ്ടാവില്ലേ? അതൊരു പാപമല്ലേ? ആണ്.
അപ്പം അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ മനസ്സിൽ പ്രാർത്ഥിച്ചാലും അതിന് ഗുണമുണ്ടാകും. അപ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും മാറ്റിവെക്കാതെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും അത് ചെയ്യാൻ പഠിപ്പിക്കുക. കുട്ടികളിൽ മാറ്റം ഉണ്ടാവും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക തിരിച്ച് വരുന്നത് വരെ. ഇത് മാതാപിതാക്കളുടെ റോളാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഏറ്റവും വലിയ പ്രൂഫ് എന്താണ്? ഏറ്റവും വലിയ പ്രൂഫ് എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ്. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എൻ്റെ മകളെ ഞാൻ കഴുകുന്നു എന്ന് ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്കും അത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയാമോ? തിന്മകളുടെ എല്ലാം ഉറവിടം പിശാചാണ്. എല്ലാ തിന്മകളുടെയും ഉറവിടം പിശാചാണ്. ഒരു കുട്ടി ഒരു തിന്മ ചെയ്യുന്നത് പിശാചിൻ്റെ പ്രലോഭനം കൊണ്ടാണ്. ഈ പ്രലോഭനത്തിൽ പെടാതിരിക്കാനാണ് യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കഴുകിയ ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെ, ഒരു സ്ഥലത്തെ പിശാച് തൊടുകയില്ല. എന്താ കാരണം? പിശാചിന് മാത്രമാണ് യേശുവിൻ്റെ തിരുരക്തം ആസ് സച്ച് ഇന്ന് കാണാൻ കഴിയുള്ളൂ. ആ തിരുരക്തം കൊണ്ട് കഴുകിയ ഒരു വസ്തുവിനെയും പിശാച് സ്പർശിക്കുകയില്ല. നിങ്ങൾക്ക് ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ മക്കളെ എല്ലാ ദിവസവും, നിങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാ ദിവസവും രാവിലെ കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എൻ്റെ ഇന്ന ആൾക്കാരെയൊക്കെ കഴുകുന്നു. അവിടുത്തെ രക്തത്തിൻ്റെ സൗഖ്യവും സംരക്ഷണവും നൽകണമേ. ഞാൻ രാവിലെ 5 മണിക്ക് തിരുഹൃദയത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ എല്ലാ വ്യക്തികളെയും, സ്ഥാപനങ്ങളെ, അവിടെ പഠിപ്പിക്കുന്നവരെ, ജോലി ചെയ്യുന്നവരെ, ഹോസ്റ്റലുകളെ, അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളെ, വാഹനങ്ങളെ, സഞ്ചരിക്കുന്നവരെ ഒക്കെ രാവിലെ അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകി അവിടുത്തെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അതുപോലെ തിരിച്ച് എല്ലാ ജോലികളും കഴിഞ്ഞ് സ്ഥാപനത്തിൽ നിന്ന് അവസാനമായി പുറപ്പെടുന്നത് ഏകദേശം 9:30-10 മണി ഒക്കെയാണ്. അപ്പോഴും ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കും. ഈ രാത്രിയിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. കൂട്ടത്തിൽ പറയും, കഴിഞ്ഞ പകൽ അവിടുന്ന് കാത്ത് രക്ഷിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, രാത്രിയിൽ കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയുന്നു. ഈ പകൽ ഈ സമർപ്പണം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കും. നമുക്ക് വിട്ടുകൊടുക്കുകയാണ്, പൂർണ്ണമായിട്ട് തമ്പുരാന് വിട്ടുകൊടുക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ തമ്പുരാന് വിട്ടുകൊടുക്കുന്നു. ഇത് തന്നെയാണ് സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ തമ്പുരാന് വിട്ടുകൊടുക്കുകയാണ്. ഈയിടെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആ സൊസൈറ്റിയുടെ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ, അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചു. കിഡ്നി ഡോണേഴ്സിൻ്റെയും കിഡ്നി സ്വീകരിച്ചവരുടെയും ഒരു സംഗമമുണ്ട്, അതിലൊന്ന് വരുമോ? ഞാൻ ചെന്നു. അപ്പം എന്നോട് അല്പനേരം സംസാരിക്കണമെന്ന് പറഞ്ഞവരോട് ഞാനോട് സംസാരിച്ചു. ഞാൻ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചവരോട്, കിഡ്നി കൊടുത്തവർക്കും കിഡ്നി സ്വീകരിച്ചവർക്കും കോമൺ ആയിട്ട് ഒരു പോയിൻ്റ് ഉണ്ട്, അതെന്താണെന്ന് പറയാമോ എന്ന്. അവിടെ 100ഓളം ആളുകൾ പങ്കെടുത്തിരുന്നുവെങ്കിലും അവർക്ക് ആർക്കും പറയാൻ പറ്റിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് 2 കൂട്ടർക്കും ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ.
അതാണ് അവർ തമ്മിലുള്ള സാമ്യം. ഒരാൾ കൊടുത്തു, ഒരാൾ സ്വീകരിച്ചു. അത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു കിഡ്നി ഉള്ളൂ എങ്കിലും ജീവിക്കും. ദൈവം എന്തുകൊണ്ട് 2 കിഡ്നി കൊടുത്തു? കിഡ്നി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. അത് നമ്മുടെ ഭക്ഷണ രീതിയിലൂടെ നമുക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന നമ്മുടെ ജീവിത രീതിയിലെ ഘടകം ഭക്ഷണമാണ്. ഭക്ഷണത്തിലൂടെ അതിനൊരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ 2 ദൈവം, വേറെ ഒന്ന് അങ്ങനെ 2 കൈകളുണ്ട്, അതൊക്കെ വേറെ, അല്ലാതെ 2 ആമാശയം കൊടുത്തില്ല, 2 ഹൃദയം കൊടുത്തില്ല, 2 ശ്വാസകോശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ റെയറായിട്ട് മാത്രമാണ് 2 തമ്പുരാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഉള്ളുവെങ്കിലും ജീവിക്കും, 1 കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ. ഞാൻ എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തിന് 70 വയസ്സായി. ഇപ്പോഴും അദ്ദേഹം ഒരു 8-6 ഒക്കെ മണിക്കൂർ പഠിപ്പിക്കും. കുറച്ച് കാലം മുമ്പ് 12, 13, 14 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് ജനനം തൊട്ട് തന്നെ ഒരു കിഡ്നിയേ ഉള്ളൂ. ഒരു കിഡ്നിയേ ഉള്ളൂ എങ്കിലും സുന്ദരമായി ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു അവബോധവും കൂടി ഞാൻ അവർക്ക് കൊടുത്തു. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മീറ്റിംഗ് കഴിഞ്ഞ് ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ നേരത്തെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ ഈയിടെ അമേരിക്കയിൽ പോയി, അവിടെ നിന്ന് എനിക്കൊരു കൊന്ത കിട്ടി, അത് മാഷ്ക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു. ആ കൊന്ത, ഇതാണ് ആ കൊന്ത. ചരട് കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു കൊന്തയാണ്. മുഴുവൻ ചരട് മാത്രമേ ഉള്ളൂ. ചരട് കൊണ്ടാണ് അത് ചരട് കോർത്തിരിക്കുന്നതല്ല, ചരട് കൊണ്ട്. ഇതിൻ്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു. അവിടെ ഒരു വീട്ടമ്മയെ കണ്ടു, പരിചയപ്പെട്ടു. ആ വീട്ടമ്മ കൊടുത്തതാണിത്. ആ വീട്ടമ്മയുടെ 2 മക്കൾ പുറത്ത് ജോലി ചെയ്യാണ്. വീട്ടമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഈ വീട്ടമ്മ ദിവസവും ജപമാല ചൊല്ലുന്നു അത്രേ. ജപമാല ചൊല്ലുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചരടെടുത്ത് കയ്യിൽ പിടിച്ച് ജപമാല തുടങ്ങും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരു കെട്ടാണ്, 5 കെട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ സ്വർഗസ്ഥനായ, അത് കഴിഞ്ഞൊരു ചെറിയ ഗ്യാപ്പ്, ഒരു സ്ട്രേറ്റ് പോർഷൻ, അത് കഴിഞ്ഞാൽ നന്മ നിറഞ്ഞ മറിയമേ, 3 കെട്ടാണ്. ചെറിയ ഗ്യാപ്പ് ലൈക്ക് ദാറ്റ്. പിന്നെ നന്മ സ്വർഗസ്ഥനായ, വലിയ കെട്ട്, 5 കെട്ട്. അങ്ങനെ ഒരു ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ഒരു ജപമാല നിർമ്മിച്ചിട്ടുണ്ടാവും. അത് കൊടുക്കുന്നു മറ്റുള്ളവർക്ക്. ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവൻ അവർ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്ന് മനസ്സിലാക്കിയോ? മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടി. ഇത് വലിയൊരു ലെസനാണ്. നമ്മൾ മാതാപിതാക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ജോബ് മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നതൊക്കെ. മക്കളെ കൊല്ലത്തിലൊരിക്കൽ എല്ലാവരെയും വിളിച്ചു കൂട്ടും, അവർ ആഘോഷിക്കും. ആഘോഷത്തിൻ്റെ ഇടയിൽ വല്ല തെറ്റും ചെയ്തു പോയോ, അതിര് വിട്ടുപോയോ എന്നൊക്കെ സംശയം തോന്നി പിറ്റേ ദിവസം ജോബ് അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾ ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജോബ്. അതിന് പ്രധാന കാരണം മക്കളെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ചൊക്കെയുള്ള ആ ചിന്ത, അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ച വ്യക്തി. അവരുടെ വിശുദ്ധീകരണത്തിലുള്ള ആകാംക്ഷ, അവർ തെറ്റ് ചെയ്തു പോയോ എന്നുള്ള ഒരു ചിന്ത, ഇതൊക്കെ വളരെ ഏറെ ആകർഷിച്ച ഒന്നാണ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ഞാനത് മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജോബിനെക്കുറിച്ച് പറയാനായിട്ട്.
പക്ഷെ മാതാപിതാക്കൾക്ക് മാതൃകയായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ജോബ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ എല്ലാ അധ്യാപകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഒരു അധ്യാപകൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അസുഖമാണെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അദ്ദേഹം ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ലീവ് എടുത്താൽ അത്രയും പോർഷൻ തീരില്ല. അവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിലൊന്നും ആളുകൾ അധികം ലീവ് എടുക്കില്ല. പലർക്കും അങ്ങനെ അസുഖങ്ങളായിട്ടോ ഒന്നും വരാറില്ല. കാരണം എല്ലാവരെയും ഞാൻ അത് രാവിലെയും വൈകുന്നേരവും 2 നേരം തമ്പുരാന് സമർപ്പിച്ച് അവരെയൊക്കെ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളെല്ലാ ദിവസവും എല്ലാ അധ്യാപകരും പരസ്പരം പ്രാർത്ഥിക്കും. ടീച്ചേഴ്സ് പ്രെയർ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ടൈമുണ്ട്. അപ്പോൾ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പരസ്പരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു അപ്പന് സുഖമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ശരിക്കൊരു പ്രാർത്ഥനാ ശൃംഖല തന്നെ വേണം. അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അധ്യാപകർക്കൊക്കെ വലിയ റോളുണ്ട്. കുഞ്ഞുങ്ങളിൽ നന്മ നിലനിർത്താൻ, നന്മ ഉണ്ടാക്കിയെടുക്കാൻ, നിലനിർത്താൻ. അതിലും വലിയ റോളാണ് മാതാപിതാക്കൾക്ക്. മാതാപിതാക്കളിൽ നിക്ഷിപ്തമായ ഒരു കാര്യവും കൂടിയും സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അത് വേറൊന്നുമല്ല, അത് പഠനവുമായി ബന്ധമുണ്ട്, നേരിട്ടല്ല. കുഞ്ഞുങ്ങളെയൊക്കെ സമയത്തിന് നേരത്തെ എണിപ്പിക്കണം. നേരത്തെ ഉണരാനായിട്ട് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഹോസ്റ്റലിലെ കുട്ടികളാണ് പറയുന്നത്. ഹോസ്റ്റലിൽ ഏകദേശം ഒരു 1800ഓളം കുട്ടികളുണ്ട്. ഇവർ പല ഹോസ്റ്റലുകളിലായിട്ട് 12 13 ഹോസ്റ്റലുകളുണ്ട് എല്ലാം ചേർന്ന്. ഇവരെല്ലാവരും 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ എഴുന്നേറ്റ് ഒരു പാട്ട് പാടി പ്രെയർ നടത്തി ആണ് പിന്നെ പഠിക്കാനൊക്കെ തുടങ്ങുന്നത്. ഒരുപാട് പേർക്ക് വരണ കാലഘട്ടത്തിൽ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അവർക്ക് ആ പരിചയമൊന്നുമില്ല. 6 മണിക്കും 6:30ക്കും 7-നും സൂര്യൻ ഉദിച്ചതിന് ശേഷമൊക്കെ ജനിക്കുന്ന കുറേ പേരുണ്ട്. അവരങ്ങനെ പരിശീലിച്ചിരിക്കുന്നത് ചെറുപ്പം മുതൽ. ഞാൻ അവരോട് പറയും, മക്കളെ ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ ചെറുപ്പം മുതൽ ഇന്നേ വരെ അങ്ങനെയാണ് പരിശീലിച്ചിരിക്കുന്നതെങ്കിലും നിങ്ങളൊരു 15 കൊല്ലത്തെ പരിശീലനമല്ലേ ഉണ്ടാവുള്ളൂ. 15-16 വയസ്സാകുമ്പോഴാണ് കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നത്. എത്ര വലിയ 15 കൊല്ലത്തെ ഉറക്കമല്ലേ ഉള്ളൂ. നിങ്ങൾ ഒരു 23, 24, 25 വയസ്സിൽ അമേരിക്കയിൽ ഒരു ജോലി കിട്ടിപ്പോയി എന്ന് വിചാരിക്കുക. ഇവിടെ രാത്രി കിടന്നുറങ്ങണ നേരത്താണ് അവിടെ പകൽ. നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഇന്ത്യയിൽ നിങ്ങൾ 25 കൊല്ലം രാത്രി കിടന്നു ഉറങ്ങിയിരുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? എത്രയോ പേര് അവിടെ പോയി ജോലി ചെയ്യുന്നു, ലക്ഷക്കണക്കിന് പേരില്ലേ. അവർക്കൊക്കെ അത് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കും സാധിക്കും. അന്ന് മാത്രമല്ല ഇന്നും സാധിക്കും. അങ്ങനെ ഞാൻ അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് പോസിബിൾ. പറ്റുന്നൊരു കാര്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ആ ക്ലോക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, എങ്ങനെ വേണമെങ്കിലും. പണ്ട് ഞങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് സിസ്റ്റം കോളേജിൽ, സെൻറ്റ് തോമസ് കോളേജിൽ ഷിഫ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഏകദേശം 30 വർഷം മുമ്പ്. സെൻറ്റ് തോമസ് കോളേജിൽ മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പലയിടത്തും ഉണ്ടായിരുന്നു. കോളേജുകളുടെ എണ്ണം കുറവായിരുന്ന കാലഘട്ടത്തിൽ, പഠിക്കാൻ കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഷിഫ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു. ആ ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 1 മണി വരെയാണ്. കാലത്ത് 8 തൊട്ട് 1 മണി വരെയാണ്. 1 മണിക്ക് ക്ലാസ് വിട്ട് പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും 2 മണിയാവും. അപ്പോൾ 2 മണിക്ക് ഭക്ഷണം കഴിച്ച് ശീലിച്ചു തുടങ്ങി. അപ്പോൾ 2 മണിക്ക് വിശപ്പാവുന്നുള്ളൂ. മുമ്പ് അങ്ങനെയല്ല, 12 തൊട്ട് 1 മണി വരെ ആയിരുന്നു. അപ്പോൾ 12 മണിക്ക് ഇൻ്റർവെല്ലിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോകും. അപ്പം അന്നൊക്കെ 12 മണിക്ക് വിശപ്പ് അനുഭവപ്പെടും. അങ്ങനെ കുറച്ച് ദിവസം
2 മണിക്ക് വീട്ടിലെത്തി തുടങ്ങിയപ്പോൾ വിശക്കുന്നത് 2 മണിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടെന്ന്. നമ്മുടെ ശരീരം അത്ര വെഴ്സറ്റൈലായിട്ടാണ് ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. ഏത് സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുണ്ട്. ഏത് സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്യാൻ. ആ അഡാപ്റ്റബിലിറ്റി ദൈവം തന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏത് സിറ്റുവേഷനും നമുക്ക് യോജിച്ച് പോകാൻ കഴിയും. ദൈവമാണ് ആ കഴിവ് നമ്മളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നേരത്തെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഞാനൊക്കെ 4:30 മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ്. 4:30 മുമ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ 4:30 വിളിക്കണമെന്നാണ് ഞാൻ പറയാറ് വാച്ച്മാനോട്. അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. സമയമാകുമ്പോൾ കൃത്യമായിട്ട് എഴുന്നേൽക്കും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 4:15 വിളിക്കും. അദ്ദേഹത്തിൻ്റെ വാച്ച് 5 മിനിറ്റ് നേരത്തെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 4:15 എഴുന്നേൽക്കുന്നു. വൈകുന്നേരം ഒരു 11:30 ശേഷം കിടന്നുറങ്ങുന്നു. ഒരു കുഴപ്പമില്ല. വളരെ ആക്റ്റീവായിട്ടിരിക്കും. 78 വയസ്സിലും ഇത്രയും ആക്റ്റീവായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നേരത്തെ എഴുന്നേൽക്കുകയും നേരം വൈകി എന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് വയ്ക്കില്ല, കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണം. മുഴുവൻ നേരം എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത്, അലസത ജീവിതത്തിൽ ഇല്ലാതെ നോക്കുക എന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ്? 5 മണിക്ക് എനിക്ക് കിട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയാൽ പറ്റില്ല. നിങ്ങൾ മുമ്പ് എണീക്കണം. നിങ്ങൾ എഴുന്നേറ്റോ, അവനെ വിളിക്കണമെന്നില്ല. നിങ്ങൾ എഴുന്നേറ്റോ, പല്ല് തേച്ചോ, കുളിയൊക്കെ നടത്തി, അപ്പോൾ വെള്ളം വീഴണതും പാട്ട നിരങ്ങണതും ഒക്കെ ഉള്ള സ്വരം കേട്ട് അവനും ഉണർന്നിട്ടുണ്ടാവും. ഒരു 5-5:30 ആകുമ്പോഴേക്കും അവനും ഉണർന്നിട്ടുണ്ടാവും. അങ്ങനെ അവൻ എഴുന്നേറ്റു, അവൻ പഠിക്കാൻ തുടങ്ങി, സമയം ധാരാളം കിട്ടും. ഇത് രാവിലെ എഴുന്നേറ്റാൽ പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടും. അതിനെക്കുറിച്ചൊക്കെ ഒരു എപ്പിസോഡ് തന്നെ, നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണവശങ്ങൾ ഒരിക്കൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ, ഇപ്പോൾ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു.